നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ 1000 ഗോളുകൾ എന്ന മൈൽ സ്റ്റോണിലേക്ക് എത്തുമോ? ചോദ്യം കാർലോ ആഞ്ചലോട്ടിയോടാണ്. ആഞ്ചലോട്ടിയുടെ മറുപടി 1000 ഗോളുകളിലേക്ക് അദ്ദേഹം എത്തും, പക്ഷേ ആ സെലിബ്രേഷൻ എന്നെ വിളിക്കണം. പിന്നെ പറയുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ ലൂക്ക മോഡ്രിച്ചുമൊക്കെ കളിയെ വല്ലാതെ നെഞ്ചിലേറ്റിയ പ്രൊഫഷണൽസാണ്, അവരുടെ പാഷൻ വേറെ ലെവലാണ് എന്ന്. ആഞ്ചലോട്ടിയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹത്തോടുള്ള ചോദ്യം, ഡു യു തിങ്ക് ക്രിസ്ത്യാനോ വിൽ റീച്ച് 1000 ഗോൾസ്? ആഞ്ചലോട്ടിയുടെ മറുപടി, തീർച്ചയായിട്ടും ഹീസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ ഷുവർ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അദ്ദേഹം 1000 ഗോളുകൾ തികച്ചിരിക്കും. ക്രിസ്ത്യാനോ വിൽ ഷുവർലി റീച്ച് 1000 ഗോൾസ്, ബട്ട് വെൻ ഹീ ഡസ് ഹീ ഷുഡൻറ്റ് ഫോർഗെറ്റ് ടു ഇൻവൈറ്റ് മീ ടു സെലിബ്രേഷൻ ഓഫ് ദാറ്റ് ഇൻക്രെഡിബിൾ റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1000 ഗോളുകൾ എന്ന മഹത്തായ റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ എന്നെ ആ സെലിബ്രേഷന് വിളിക്കാതിരിക്കുക എന്ന സംഭവം ഉണ്ടാവാതിരിക്കട്ടെ, എന്നെ വിളിക്കാൻ മറക്കാതിരിക്കട്ടെ എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറയുന്നത്. പിന്നെ അത് അദ്ദേഹം തമാശയായി പറഞ്ഞാണ്. പിന്നെ അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. ഇറ്റലിയിൽ റീസെൻ്റ്ലി എന്നോട് ചോദിച്ചു, മോഡ്രിച്ചിന് 40 വയസ്സായല്ലോ. കാരണം ഇപ്പോൾ മോഡ്രിച്ച് ഇറ്റലിയിലാണല്ലോ, AC മിലാനിലാണല്ലോ കളിക്കുന്നത്. അപ്പോൾ അതാണ് ചോദ്യം. മോഡ്രിച്ചിന് 40 വയസ്സായല്ലോ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഓഫ് കോഴ്സ് അദ്ദേഹം മിലാനിൽ മികച്ച പ്രകടനം നടത്തും. കാരണം ലൂക്കയും ക്രിസ്ത്യാനോയും ഒക്കെ ഫുട്ബോളിനെ അത്രയധികം സ്നേഹിക്കുന്ന പ്രൊഫഷണൽസാണ്. കളിയോട്, ഈ സ്പോർട്ടിനോട് വല്ലാതെ പാഷനേറ്റായിട്ടുള്ള ആളുകളാണ്. സോ എന്തവർക്ക് ചെയ്യണം അത് അവർ നേടിയിരിക്കും. അതാണ് അവരുടെ കളിയോടുള്ള സ്നേഹം എന്നുകൂടി ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നു. കാരണം ഈ താരങ്ങൾക്ക് കളിയോടുള്ള അഭിനിവേശം വളരെ വലുതാണ്. എന്താണോ അവർ മനസ്സിൽ കാണുന്നത്, എന്താണോ അവരുടെ ആഗ്രഹം, എന്താണോ അവർക്ക് നേടേണ്ട നേട്ടം, അത് അവർ നേടിയിരിക്കുമെന്ന് ആഞ്ചലോട്ടി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.